റൺ കേരള റൺ ഒരു ജനതയുടെ കായിക കരുത്തിൻ്റെ കൂട്ടായ്മ വേഗത്തിൽ മുന്നോട്ടായുമ്പോൾ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസ്, ജില്ലാ കളക്ടർ പ്രോഗ്രാം ശ്രീ G സാജൻ, ഡയറക്ടർ എഞ്ചിനീയറിംഗ് ശ്രീ രാജു വർഗീസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റൺ കേരള റൺ ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്നും ആരംഭിക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ റൺ കേരള റണ്ണിൻ്റെ ഔദ്യോഗികതല തുടക്കം സംസ്ഥാനത്തെ തുടക്കം കുറിക്കുന്നതിനായി ഗവർണർ ജസ്റ്റിസ് P സദാശിവം, അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല, മുൻ കായിക മന്ത്രി M വിജയകുമാർ, ഈ നാഷണൽ ഗെയിംസിൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായ സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞ ദിവസം തന്നെ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നിരുന്നു. വളരെ ആവേശകരമായ സ്വീകരണമാണ് സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയും സംസ്ഥാന ഗവൺമെൻറ്റും നൽകിയത്. ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്നുള്ള കൂട്ടയോട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സിവിൽ സ്റ്റേഷൻ കവാടമായ പുടപ്പുറക്കുന്ന ജംഗ്ഷൻ വരെയാണ് ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും വളരെ സജീവമായി ഈ ഓട്ടത്തിൽ പങ്കെടുക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ നമുക്കറിയാം, ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരം, ഇന്ത്യയുടെ അഭിമാനം. സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന പ്രതിഭ നമ്മോട് ചേരുമ്പോൾ 130 കോടി ജനങ്ങളുടെ പിന്തുണയും മലയാളികൾക്ക് ശക്തി പകരുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുള്ള പോയിന്റുകളിൽ നിന്നും കൂട്ടയോട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗവർണർ ജസ്റ്റിസ് P സദാശിവം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു. The glorious sports heritage of Kerala. The glorious sports heritage of Kerala. I remember with gratitude. I remember with gratitude. The brilliance of every sportsperson. The brilliance of every sportsman. Who have won laurels. Who have won laurels. For my state. For my state. And my country. And my country. I put my heart and soul. I put my heart and soul into Run Kerala Run. Into Run Kerala Run. Which symbolizes the unity and vitality of Kerala. The unity and vitality of Kerala. In scaling new heights in sports. In scaling new heights in sports. As well as all other fields of human endeavor. As well as all other fields of human endeavor. I realize that as a sports lover, I am also responsible. For the successful conduct of the national games in Kerala. For the successful conduct of the national games in Kerala. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ദൃശ്യങ്ങളിലേക്ക് ഗവർണർ ജസ്റ്റിസ് P സദാശിവം ഉൾപ്പെടെയുള്ള പ്രമുഖർ, സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, PK കുഞ്ഞാലിക്കുട്ടി, മുൻ മന്ത്രി M വിജയകുമാർ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസ്. ജനങ്ങളുടെ കൂട്ടായ്മയുടെ, ജനങ്ങളുടെ ഐക്യത്തിൻ്റെ ഒരു കാഹളം കൂടിയാണ് ഈ കൂട്ടയോട്ടം. ട്രാക്ക് സൂട്ട് അണിഞ്ഞ് കേരളം ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച. ഒരു ജനതയുടെ, ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ, മതസാഹോദര്യത്തിൻ്റെ വേദിയായി റൺ കേരള റൺ വേദി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളമെമ്പാടും, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെ 7000-ലധികം പോയിന്റുകളിൽ നിന്നാണ് റൺ കേരള റൺ ഇന്ന് നടക്കുന്നത്. K മുരളീധരൻ MLA, ഗവർണർ ജസ്റ്റിസ് P സദാശിവം ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദൂരദർശൻ ജീവനക്കാരും സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്ററായ ദൂരദർശനും ഈ റൺ കേരള റണ്ണിൽ ഭാഗമാക്കും. 35ാമത് ദേശീയ ഗെയിംസിന് മുന്നോടിയായി നടത്തുന്ന റൺ കേരള റണ്ണിൽ കൊച്ചിയിൽ നിന്നും 20 പേർ, അതും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് 20 പേർ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവർ നേരത്തെ ഓടിത്തുടങ്ങിയിരുന്നെങ്കിൽ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ, ഗവൺമെൻറ് ജീവനക്കാർ എല്ലാവരും ഈ ഒരു കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ട് ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് റൺ കേരള റൺ.
വിവിധ സ്കൂളുകൾ 175 തലസ്ഥാന നഗരിയിൽ 175 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുന്നത്. ഹൃദയ ശസ്ത്രക്രിയ വേണ്ടിവരുമായിരുന്നില്ല. ദുർബല ഹൃദയരുടെ നാടാണ് കേരളമെന്നാണ് ആട്ടവും പാട്ടും മേളവും ഒക്കെയായി ജനങ്ങൾ തെരുവിലിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. വന്ന ബലൂണുകളുടെ സാന്നിധ്യത്തിൽ റൺ കേരള റൺ. ദേശീയ ഗെയിംസ് ഇക്കുറി നടക്കുന്നത്. അതോടൊപ്പം തന്നെ കായിക കേരളത്തിന് പറയാൻ സാധ്യത. റൺ കേരള റൺ. അങ്ങനെ കേരളം ഓടിത്തുടങ്ങിയിരിക്കുകയാണ്. ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ മുഴുവൻ കൂട്ടായ്മയുടെ ഭാഗമായി ദേശീയ ഗെയിംസിനെ വരവേൽക്കാനായി കേരളം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്ററായ ദൂരദർശനും വിവിധ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാസം 31 തുടങ്ങുന്ന ദേശീയ ഗെയിംസിനും ഓരോ ചലനങ്ങളും ഓരോ